വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ ഇതുവരെ പിടികൂടാനായില്ല. പുലർച്ചെ ലൊക്കേറ്റ് ചെയ്ത ഇടത്തു നിന്ന് കടുവ മാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കൂടി കൊന്നതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം 4ആയി. ഇതിനിടെ വനംവകുപ്പിനെതിരെ രംഗത്തുവന്ന ഒരു വിഭാഗം ഡിഎഫ്ഒയെ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഒരാഴ്ചയായി ജനവാസ കേന്ദ്രത്തിൽ തുടരുന്ന കടുവ തുടർച്ചയായ 2ാം ദിവസവും ആടിനെ കൊന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഊട്ടിക്കവലയിൽ പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കൊന്നത്. ഞാൻ ശരിക്കും കണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് നോക്കിയാൽ കാണാം. പിന്നെ ഈ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കടുവനെ കാണാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ കരയുമ്പോൾ ഇറങ്ങി ഓടി വരുവുള്ളൂ. സർവ്വസന്നാഹങ്ങളുമായി വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാനാകാതെ വന്നതോടെ ജനരോഷം അണപൊട്ടി. സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കൾ ഡിഎഫ്ഒയെ തടഞ്ഞത് പ്രാദേശിക സിപിഎം ജനകീയ സമിതി പ്രവർത്തകർ ചോദ്യം ചെയ്തു. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കെമിക്കൽ മൊബിലൈസേഷൻ ആണ് എന്ന രൂപത്തിൽ ഡിഎഫ്ഒ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ മുമ്പോട്ട് പോവാണ്. ജനകീയ സമിതി എന്ന രൂപത്തിൽ ജനങ്ങളാകെ അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന നിലയാണ് ഉണ്ടായത്. അതിന്റെ ഇടയിലാണ് കുറച്ചാൾ വന്നിട്ട് ഇവരെ തടസ്സപ്പെടുന്ന രൂപത്തിൽ ഇടപെടുന്നുണ്ടായത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടുവയെ പിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് വനംവകുപ്പെന്ന് ഡിഎഫ്ഒയും പ്രതികരിച്ചു. ആ ശ്രമം ഇനിയും നമ്മൾ തുടരും. അതിൽ രാത്രിയും പകല് എന്നുള്ളൊരു വ്യത്യാസമില്ല. നമ്മളിപ്പോ ഈ പകല് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നടത്തി അതിൽ ഈ പറയുന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ നേരിട്ടും നമ്മൾ പരിശോധിച്ചതിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ ഇനിയും ആക്രമണം തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന ആശങ്ക വനംവകുപ്പിനുമുണ്ട്. തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും കുങ്കിയാനകളെ എത്തിച്ചും തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാനാകാതെ വന്നതോടെ ജനങ്ങളും ആശങ്കയിലാണ്. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.